ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വത്തക്ക കൊണ്ട് ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വത്തക്ക വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ ഐറ്റമാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു വത്തക്കയുടെ പകുതി ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി. ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്ര വലിയൊരു കഷ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇതിൻ്റെ തോടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുവപ്പ് ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയുടെ അടിഭാഗത്തേക്ക് കട്ടിങ് ആവാത്ത രീതിയിലാവണം കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം എല്ലാം ഒലിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരുപാട് കുരുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചെടുത്ത് ഒഴിവാക്കാം കേട്ടോ. കാരണം നമ്മളിത് കുടിക്കുമ്പോൾ കുറേ ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നില്ല. അപ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ ഒഴിവാക്കുക. ബാക്കി ഇതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടുണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ വത്തക്കയുടെ തോട് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ച വത്തക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് പോകും, മുഴുവനായിട്ട് ഫുള്ളായിട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള മിക്സുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കാതെ മുഴുവനായിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. പാല് ഞാൻ തിളപ്പിച്ചതിന് ശേഷം നല്ലോണം തണുപ്പിച്ചെടുത്തതാണ്. പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വത്തക്ക ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി തണുപ്പൊക്കെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാല് ഓൾറെഡി നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ് ചേർക്കാത്തത്. തണുപ്പില്ലെങ്കിൽ മാത്രം നമ്മൾ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. തണുപ്പുണ്ടെങ്കിൽ നമുക്കിത് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ പൊള്ളി ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിക്കോളൂ. സൂപ്പറാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.